നൂറ്റാണ്ടുകളായി സംഘർഷങ്ങളുടെയും കണ്ണീരിന്റെയും പശ്ചാത്തലത്തിൽ മാത്രം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ഗാസ മുനമ്പ് ഇന്ന് ലോകശ്രദ്ധയാകർഷിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാരണത്താലാണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാമത് വാർഷിക സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ന്യൂ ഗാസ എന്ന ബൃഹത് പദ്ധതി മധ്യേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നു. യുദ്ധം തകർത്ത ഒരു ഭൂപ്രദേശത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കം കേവലം ഒരു പുനർനിർമ്മാണ പദ്ധതിയല്ല, മറിച്ച് ഗാസയുടെ ഭൂമിശാസ്ത്രപരമായ സാധ്യതകളെ സാമ്പത്തികമായി വിനിയോഗിക്കാനുള്ള ഒരു വൻകിട റിയൽ എസ്റ്റേറ്റ് വിപ്ലവം കൂടിയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇത്തരമൊരു പദ്ധതി എത്രത്തോളം പ്രായോഗികമാണെന്നും അത് പാലസ്തീൻ ജനതയുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുകയെന്നും ഗൗരവകരമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച തീരപ്രദേശങ്ങളിലൊന്ന് കൈവശമുണ്ടായിട്ടും അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന നിരീക്ഷണമാണ് ട്രംപിൻ്റെ പദ്ധതിയുടെ അടിസ്ഥാനശില. ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭകൻ എന്ന നിലയിലുള്ള തൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം ഗാസയെ കാണുന്നത്. ദാവോസിലെ ചാർട്ടർ ഒപ്പിടൽ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഗാസ എന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു തുണ്ടുഭൂമിയാണ്. ലോകത്തിലെ പല വൻകിട വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടും കിടപിടിക്കാവുന്ന ഒരു മെഡിറ്ററേനിയൻ ഹബ്ബായി ഇതിനെ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും അവശിഷ്ടങ്ങൾക്കും മുകളിൽ നൂതനമായ സ്കൈ സ്ക്രാപ്പുകളോടും ആധുനിക ഹൗസിംഗ് എസ്റ്റേറ്റുകളും പടുത്തുയർത്തുന്നതിലൂടെ ഗാസയുടെ മുഖച്ഛായ തന്നെ മാറ്റാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ മാറ്റം കേവലം സൗന്ദര്യവർദ്ധകമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും വരുമാനവും നൽകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ തുടക്കമായി ഇതിനെ വ്യാഖ്യാനിക്കാം. ഈ പദ്ധതിയുടെ പ്രായോഗിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ മരുമകനും ഗാസയിലെ സമാധാന ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത ജാരേഡ് കുഷ്ണറാണ്. യുദ്ധകാലത്ത് ഏതാണ്ട് 90,000 ടൺ സ്ഫോടക വസ്തുക്കൾ വീണ ഈ പ്രദേശത്ത് നിലവിൽ 60 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യുക എന്നത് ഹിമാലയൻ വെല്ലുവിളിയാണെങ്കിലും അതിനെ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായാണ് കുഷ്ണർ വിശേഷിപ്പിക്കുന്നത്. കറ്റാസ്ട്രോഫിക് സക്സസ് അഥവാ ദുരന്തത്തിൽ നിന്നുള്ള വൻ വിജയം എന്ന തന്ത്രമാണ് അമേരിക്ക ഇവിടെ പയറ്റുന്നത്. ഹമാസിന്റെ സ്വാധീന മേഖലകളെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഫ്രീ സോൺ അഥവാ സ്വതന്ത്ര സാമ്പത്തിക മേഖല സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രാഥമിക പദ്ധതിയെങ്കിലും ഇപ്പോൾ ഗാസയെ പൂർണ്ണമായും ഉടച്ചു വാർക്കാനാണ് തീരുമാനം. തകർച്ചയെ ഒരു പുതിയ നിർമ്മാണത്തിനുള്ള ക്ലീൻ സ്റ്റേറ്റായി കാണുന്ന രീതിയാണിത്. US അവതരിപ്പിച്ച മാസ്റ്റർ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീരദേശ വിനോദസഞ്ചാരത്തിനായി നീക്കിവെച്ചിരിക്കുന്ന പ്രത്യേക മേഖലയാണ്. മെഡിറ്ററേനിയൻ തീരത്ത് 180 വൻകിട ടവർ ബ്ലോക്കുകൾ നിർമ്മിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഇവ വിനോദസഞ്ചാരികളെയും ആഗോള നിക്ഷേപകരെയും ആകർഷിക്കുന്നതിനോടൊപ്പം ഗാസയെ ദുബായിയോ അല്ലെങ്കിൽ സിംഗപ്പൂരോ പോലെ ഒരു ആഗോള നഗരമാക്കി മാറ്റുകയും ചെയ്യും. ഇതിനു പുറമെ ഡേറ്റാ സെന്ററുകൾ, അത്യാധുനിക നിർമ്മാണ യൂണിറ്റുകൾ, വ്യവസായ സമുച്ചയങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം സോണുകൾ തിരിച്ചിട്ടുണ്ട്. കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഈ പ്ലാനിൽ ആധുനിക കാർഷിക രീതികളും കായിക വിനോദങ്ങൾക്കായി വിപുലമായ സ്റ്റേഡിയങ്ങളും പാർക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2.1 ദശലക്ഷം വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു സമഗ്രമായ നഗര രൂപകൽപ്പനയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. യാത്രാ സൗകര്യങ്ങളുടെയും ചരക്ക് നീക്കത്തിൻ്റെയും അഭാവമാണ് ഗാസയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം. ഇത് പരിഹരിക്കുന്നതിനായി ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് പുതിയ വിമാനത്താവളവും തുറമുഖവും നിർമ്മിക്കാൻ ട്രംപ് പദ്ധതിയിടുന്നു. ഈജിപ്റ്റ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന സ്ഥലത്ത് ഒരു ത്രിരാഷ്ട്ര അതിർത്തി കടക്കൽ സംവിധാനം ഏർപ്പെടുത്തുന്നത് മേഖലയിലെ വ്യാപാര ഇടപെടലുകൾ സുഗമമാക്കും. ഗാസയുടെ വികസനം 4 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക. ഇതിൽ ആദ്യഘട്ടം റാഫ കേന്ദ്രീകരിച്ചായിരിക്കും. ന്യൂ റാഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഉപപദ്ധതിയിലൂടെ 1,00,000-ലധികം സ്ഥിരം താമസ സ്ഥലങ്ങളും 200 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 75 അത്യാധുനിക മെഡിക്കൽ സെന്ററുകളും നിർമ്മിക്കും. കേവലം അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് സ്ഥിരം നഗര സംവിധാനത്തിലേക്കുള്ള ഗാസയുടെ പരിവർത്തനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരമൊരു വിപുലമായ പദ്ധതി നേരിടാൻ പോകുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ ചെറുതല്ല. പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശവും രാഷ്ട്രീയ പരിഹാരവും ചർച്ച ചെയ്യാതെ കേവലം സാമ്പത്തിക നേട്ടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും കൊണ്ട് സമാധാനം കൊണ്ടുവരാനാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ സാമ്പത്തിക അഭിവൃദ്ധി രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിലും ഗാസയുടെ കാര്യത്തിൽ ഇസ്രയേലുമായി നിലനിൽക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. നിക്ഷേപകർക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കാതെ ഇത്രയും വലിയ മൂലധനം അവിടെ എത്തിക്കുക എന്നത് പ്രായോഗികമായി പ്രയാസകരമായിരിക്കും. എങ്കിലും ലൊക്കേഷൻ എന്ന ഘടകത്തിൽ വിശ്വസിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായ ഈ സാധ്യത തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നായി അദ്ദേഹം കാണുന്നത്. ചുരുക്കത്തിൽ ന്യൂ ഗാസ എന്നത് ഒരു സാധാരണ പുനരധിവാസ പദ്ധതിയല്ല, മറിച്ച് ഒരു ജനതയുടെ ഭാവിയെ സാമ്പത്തികമായി ഉന്നമനത്തിലൂടെ മാറ്റിയെഴുതാനുള്ള ഒരു പരീക്ഷണമാണ്.
മണ്ണും വിണ്ണും തൊടുന്ന സ്കൈ സ്ക്രാപ്പറുകൾ ഗാസയുടെ തീരങ്ങളിൽ ഉയരുമ്പോൾ അത് തകർന്നുപോയ ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെയും ലോകത്തിൻ്റെ മാറുന്ന നയതന്ത്ര കാഴ്ചപ്പാടിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നിന്ന് വികസനത്തിൻ്റെ തിളക്കത്തിലേക്ക് ഗാസയെ മാറ്റാൻ ഈ പദ്ധതിക്ക് കഴിയുമോ എന്ന് വരും വർഷങ്ങൾ തെളിയിക്കും. നിക്ഷേപങ്ങളും നയതന്ത്രങ്ങളും കൈകോർക്കുന്ന ഈ പരീക്ഷണം വിജയിച്ചാൽ അത് ലോകത്തിൻ്റെ മറ്റ് സംഘർഷ മേഖലകൾക്കും ഒരു മാതൃകയായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.